ആദായ നികുതി പരിധി ഉയർത്തി കേന്ദ്ര ബജറ്റ്. വാർഷിക വരുമാനം 12 ലക്ഷം വരെയുള്ളവർക്ക് ആദായ നികുതിയില്ല. പുതിയ ആദായ നികുതി ബില്ല് അടുത്തയാഴ്ച കൊണ്ടുവരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മധ്യവർഗത്തെ ലക്ഷ്യമിട്ട വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. നികുതിദായകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റിലുണ്ടായത്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. 6 ലക്ഷം എന്ന പരിധിയാണ് 12 ലക്ഷമാക്കിയത്. സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണിത്. പുതിയ ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ച കൊണ്ടുവരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. Democracy, demography and demand are the key support pillars in our journey towards Viksit Bharat. The middle class provides strength for India's growth. We have periodically reduced their tax burden. Right after 2014, the nil tax slab was raised to 2.5 lakhs of rupees, which was further raised to 5 lakh rupees in 2019 and to 7 lakh rupees in 2023. This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. മധ്യവർഗത്തെ ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. റിട്ടേൺ ഫയൽ ചെയ്യാൻ 4 വർഷം കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. TDS ഫയലിംഗ് വൈകിയവർക്ക് ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ആനുകൂല്യം TCS ഫയലിംഗ് വൈകിയവർക്കും ലഭിക്കും. ആദായ നികുതി ഘടന ലഘൂകരിക്കും. മുതിർന്ന പൗരന്മാർക്ക് TDS പരിധി ഉയർത്തി. വാടക വരുമാനത്തിലെ നികുതി വാർഷിക പരിധി 6 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിളവൈവിധ്യവും കാർഷിക ഉൽപ്പാദനവും കൂട്ടുക, മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക, ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക, ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. 1.7 കോടി കർഷകർക്ക് പദ്ധതി സഹായകരമാകുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. പച്ചക്കറി പഴ ഉൽപ്പാദനത്തിനും സംഭരണത്തിനും വിതരണത്തിനും പ്രത്യേക പദ്ധതി ഒരുക്കും. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസന മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറി സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും. രാജ്യവ്യാപകമായി 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക. ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബീഹാറിന് വാരിക്കോരി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.